നാരായണായ നമ. സ്വാമി ശരണമയ്യപ്പ. നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ വിഷയം കർക്കിടകം രാശിയിൽ ജനിച്ച ജാതകർക്ക്, അതായത് കർക്കിടകം രാശിയിൽ വരുന്നത് പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം, ഈ 3 നക്ഷത്രങ്ങളാണ് കർക്കിടകം രാശിയിലായിട്ട് വരുന്നത്. ഈ രാശിക്കാർക്ക്, ഈ നക്ഷത്രക്കാർക്ക് ഈ കർക്കിടകത്തിൽ വരുന്ന ഫലങ്ങൾ ഏതൊക്കെ രീതിയിലാണ് ഈ ജാതകനിലോട്ട് വന്ന് ഭവിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും പറയുന്നത്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ആദ്യമായി ചാനൽ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുകയും ചെയ്യുക. എന്നാൽ മാത്രമാണ് പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക. ഈ സമയത്തെ ഗ്രഹാവസ്ഥ എന്ന് പറയുന്നത് ബുധനും ശുക്രനും മൗഢ്യം സംഭവിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും വിപരീത ബുദ്ധിയും അസ്ഥിരതയും നിറഞ്ഞു നിൽക്കുന്നതായിരിക്കും ഈ ഒരു സമയം എന്ന് പറയുന്നത്. പൊതുവിൽ പഠനകാര്യങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ഓർമ്മക്കുറവും പഠനത്തിൽ ശ്രദ്ധക്കുറവും അനുഭവപ്പെടുന്ന സമയവും, പ്രകൃതി ക്ഷോഭങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കൊടുങ്കാറ്റ്, ഇടിമിന്നൽ, പ്രളയം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ രൂക്ഷമായി വരാനുള്ള സാധ്യതയൊക്കെ ഉള്ള ഒരു സമയമായിരിക്കും ഇത്. കൂടാതെ തന്നെ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാൻ സാധ്യതയുണ്ട്. നിരപരാധികളായ പലരും കുറ്റാരോപിതരാകാനുള്ള സാധ്യത, ആചാരലംഘനം, മതപരമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങൾ വർദ്ധിച്ചു വരിക, കൂടാതെ ചില കളവ് പോവുക, ചില വിലപ്പെട്ട സാധനങ്ങൾ കളവ് പോവുക, ആഭിചാരക്രിയ, ദുർമന്ത്രവാദം എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് വളരെയധികം മുന്നോട്ട് വരുന്നൊരു സംഭവം. ഉദര സംബന്ധമായ അസുഖം, മാനസിക പ്രശ്നങ്ങൾ, ഇതെല്ലാം വരുന്ന ഒരു സമയമാണിത്. ഈ കർക്കിടക മാസ ആരംഭം, രാമായണ മാസ ആരംഭം എന്ന് പറയുന്നത് ജൂലൈ 16-ാം തീയതി ആയിരുന്നു. രാവിലെ 11 മണി കഴിഞ്ഞ് 8 മിനിറ്റിലാണ് ആരംഭം. അതായത് ഉദയാൽപരം 12 നാഴിക 13 വിനാഴിക ചെല്ലുന്നപ്പോൾ കർക്കിടക മാസം ആരംഭിച്ചു എന്നുള്ളതാണ്. ഈ സമയത്ത് സൂര്യൻ മിഥുനം രാശിയിൽ നിന്ന് കർക്കിടക രാശിയിലേക്ക്, അതായത് വിശാഖ നക്ഷത്രത്തിലേക്ക് സംക്രമിക്കുന്ന ഒരു സമയമായിരുന്നു. ചൊവ്വയും വ്യാഴവും ഇടവം രാശിയിലും, ബുധൻ, ശുക്രൻ എന്നിവ കർക്കിടകം രാശിയിലും, കേതു കന്നി രാശിയിലും, ചന്ദ്രൻ, ഗുളികൻ എന്നിവ തുലാം രാശിയിലും, ശനി കുംഭം രാശിയിലും, രാഹു മീനം രാശിയിലും സ്ഥിതി ചെയ്യുന്ന സമയമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു സംക്രമണമാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. ഈ ഗ്രഹസ്ഥാനങ്ങളെന്ന് പറയുന്നത് ജ്യോതിഷപരമായിട്ട് വളരെ പ്രധാനപ്പെട്ടൊരു സംക്രമം തന്നെയാണ്. ഇനി പ്രത്യേകിച്ചൊരു കാര്യം പറയാനുള്ളത്, പൊതുഫലങ്ങൾ എന്നത് ഈ കാലയളവിലെ ഈ ഗ്രഹസ്ഥാനങ്ങളുടെ, ഈ ഗ്രഹസ്ഥിതിയുടെ ഒരു നിശ്ചിത കാലയളവിനെ അടിസ്ഥാനമാക്കി പ്രവചിക്കുന്നതാണ്. ഒരു വ്യക്തി അനുഭവിക്കുന്ന ഫലങ്ങൾ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പൊതുഫലങ്ങളോടൊപ്പം തന്നെ ആ ഓരോ വ്യക്തികളുടെയും ജനന സമയത്തെ ഗ്രഹനിലയെയും അതിൽ നിന്നുണ്ടാകുന്ന യോഗങ്ങളെയും ഇപ്പോൾ നടക്കുന്ന നിലവിലെ ദശ ഏതാണോ അല്ലെങ്കിൽ അതിൽ അപഹാരം നടക്കുന്നത് ഏതാണോ അതിനെയൊക്കെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. പൊതുഫലങ്ങളെ ഒരു സൂചനയായി എടുത്തുകൊണ്ട് വിശദമായ ജാതക പരിശോധന നടത്തി ദശാനാഥനെ പ്രീതിപ്പെടുത്തുവാനുള്ള വഴികൾ തേടുക, ദോഷപരിഹാരങ്ങൾ ചെയ്യുകയും ചെയ്താൽ നല്ല സമയങ്ങളുടെ ഗുണഫലങ്ങൾ പരമാവധി ജാതകന് അനുഭവിക്കാനും പ്രതികൂല സമയങ്ങളെ കുറച്ചുകൂടി എളുപ്പത്തിൽ തരണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുവാനും സാധിക്കും എന്നുള്ളത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അത് ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഇനി കർക്കിടകം രാശിയിൽ പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളുടെ കാര്യം കൂടെ പറയാം. കർക്കിടക രാശിക്കാർക്ക് ജന്മത്തിൽ നിൽക്കുന്ന ബുധൻ ഈ കർക്കിടകത്തിൽ സഞ്ചാരശീലം, അന്യദേശവാസം, ജയിൽവാസം, തടസ്സങ്ങൾ, നിദ്രാതടസ്സം എന്നിവയ്ക്കൊക്കെ കാരണമാകാം. മനസ്സ് അസ്വസ്ഥമാകുന്നത് കൊണ്ട് തന്നെ ഒരു സ്ഥലത്ത് സ്ഥിരമായിരിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. ഇത് പലപ്പോഴും അനാവശ്യ യാത്രകൾക്കും
താമസം ഗൃഹമാറ്റത്തിനും കാരണമാകും. ചിലർക്ക് നിയമപ്രശ്നങ്ങളിൽ വളരെ വേഗം കുടുങ്ങാനും ജയിൽവാസം അനുഭവിക്കേണ്ട സാഹചര്യം ഉണ്ടാകാനും വരെയുള്ള സാധ്യതയുണ്ട്. ആശയവിനിമയത്തിൽ തടസ്സങ്ങൾ നേരിടുന്നതുകൊണ്ട് സംസാരത്തിൽ വ്യക്തത കുറയാനും തെറ്റിദ്ധാരണ ഉണ്ടാകുവാനും ഇടയുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. പ്രധാനമായും ആരോഗ്യത്തെ ബാധിക്കുന്നൊരു കാര്യമെന്ന് പറയുമ്പോൾ ഉറക്കക്കുറവാണ്. ഈ ഉറക്കക്കുറവ് കൊണ്ട് ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിച്ചേക്കാം. പ്രധാനമായ തൊഴിലുകൾ ചെയ്യുന്നവർ സംസാര രീതി, വാക്കുകൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ വളരെ വലിയ നഷ്ടങ്ങൾ സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അഭിഭാഷകർ, അധ്യാപകർ, കച്ചവടക്കാർ അല്ലെങ്കിൽ വിൽപ്പനക്കാർ തുടങ്ങിയവർ സംസാരിക്കുമ്പോൾ, വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട സമയമാണ്. അല്ലാതെ വരുന്ന സമയത്താണെങ്കിൽ തെറ്റിദ്ധാരണകൾക്കും തർക്കങ്ങൾക്കൊക്കെ വഴിതെളിച്ച് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. ഇത് തൊഴിൽ മേഖലയിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുകയും സാമ്പത്തിക നഷ്ടത്തിന് വരെ കാരണമാകുകയും ചെയ്യുമെന്നുള്ളതാണ്. ബിസിനസ് പരമായിട്ട് ബിസിനസ് മേഖലയിൽ പുതിയ കരാറുകളിൽ ഏർപ്പെടുവാനും അലങ്കാര വസ്തുക്കൾ, മോടി പിടിപ്പിക്കുന്ന അലങ്കാര വസ്തുക്കൾ, പുതിയ ആഭരണങ്ങൾ എന്നിവ വാങ്ങുവാനും യോഗമുണ്ട്. എന്നാൽ സാമ്പത്തിക ഇടപാടുകളിൽ വളരെ വ്യക്തതയും ജാഗ്രതയും പുലർത്തേണ്ടത് അത്യാവശ്യമായൊരു കാര്യം തന്നെയാണ്. ഈ പറയുന്ന കൂട്ടത്തിൽ തന്നെ അനാവശ്യമായ ചെലവുകളൊക്കെ നിയന്ത്രിക്കണം. സാമ്പത്തിക സ്ഥിതി വിലയിരുത്തി മാത്രം നിക്ഷേപം ചെയ്യുകയും അതേപോലെ ഷെയർ മാർക്കറ്റ് കാര്യങ്ങളൊക്കെ ആലോചിച്ച് വേണം ചെയ്യാനുള്ളത്. കൂടാതെ ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ ഉണ്ടായിരിക്കേണ്ട സമയമാണ്. ഹൃദയ സംബന്ധമായ രോഗങ്ങളുള്ളവർ, നിലവിലുള്ള അസുഖങ്ങൾ വഷളായി മൂർച്ഛിച്ച് വരാനും പുതിയ അസുഖങ്ങൾ പിടിപെടാനുമുള്ള സാധ്യതയുണ്ട്. വൈദ്യർ അല്ലെങ്കിൽ ഡോക്ടർ നിർദ്ദേശിക്കുന്ന പ്രകാരം കൃത്യമായി പാലിച്ച് അതിൻ്റെ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തി അതിന് വേണ്ടിയിട്ടുള്ള ഔഷധ സേവയെല്ലാം നടത്തി ആരോഗ്യകരമായ മാറ്റങ്ങൾ വരുത്തുകയും അത് ചെയ്യുന്നത് അത്യാവശ്യമാണ്. കൂടാതെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് അതിൽ നിന്നെല്ലാം മുക്തി നേടുവാൻ പറ്റിയൊരു സമയമാണ്. മാനസികമായിട്ട് തയ്യാറെടുത്ത് ദുർശീലങ്ങൾ ഉപേക്ഷിക്കുവാൻ ഇത് അനുകൂലമായ ഒരു സമയം തന്നെയായിരിക്കും. ഇങ്ങനെയൊക്കെ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കാതെ തന്നെ സുഹൃത്തുക്കൾ വഴിയോ കുടുംബാംഗങ്ങൾ വഴിയോ ഒക്കെയുള്ള അവരുടെ പിന്തുണ തേടുന്നത് വളരെ ഗുണം ചെയ്യും. ഒരുപാട് നാളുകളായി തന്നെ പിരിഞ്ഞു നിൽക്കുന്ന ബന്ധുജനങ്ങളോ സഹോദരങ്ങളോ തമ്മിലൊക്കെ ഒരുമിച്ച് വരാനുള്ള സാധ്യത ഈ സമയത്തുണ്ടാവും. പരസ്പരമുള്ള സ്നേഹം, വിശ്വാസം എന്നിവ വീണ്ടെടുക്കുവാനുള്ള അവസരമാണ്. ക്ഷമ, സഹിഷ്ണുത എന്നിവ പുലർത്തുന്നത് ബന്ധങ്ങൾ ദൃഢമാക്കി വയ്ക്കുവാൻ സഹായിക്കും എന്നതാണ്. സമയക്രമം കൃത്യമായി പാലിക്കേണ്ട സമയം, എല്ലാ കാര്യത്തിലും കൃത്യനിഷ്ഠതയും സമയം വച്ച് നോക്കി തന്നെ ചെയ്യണം. അതായത് ഒരു ആഹാരം കഴിക്കുവാൻ തന്നെ സമയത്തിന് വളരെ പ്രാധാന്യമുണ്ട്. കറക്റ്റ് സമയത്ത് തന്നെ ആഹാരം കഴിക്കുവാൻ ശ്രമിക്കുക. ദേഹാസ്വാസ്ഥ്യങ്ങൾ, ഉഷ്ണരോഗങ്ങൾ, നേത്ര സംബന്ധമായ അസുഖങ്ങൾ എന്നിവ പിടിപെടാനുള്ള സാധ്യതയുണ്ട്. ക്രമം തെറ്റിയ ജീവിതശൈലി ഒഴിവാക്കുകയും ആരോഗ്യകരമായ ഭക്ഷണക്രമം തുടർന്നു കൊണ്ടുവേണം മുന്നോട്ട് പോകാൻ. കണ്ണിൻ്റെ ആരോഗ്യത്തിന് പ്രത്യേകം ശ്രദ്ധ ആവശ്യമുള്ള സമയം കൂടിയാണിത്. ഇപ്പോൾ നഷ്ടത്തിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, കുറച്ച് നാളായി ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മമണ്ഡലത്തിലൊക്കെ അതുവഴിയായിട്ടുള്ള ബന്ധപ്പെട്ട ചില പദ്ധതികളിലൊക്കെ വിജയം ലഭിക്കുവാൻ സാധിക്കും. ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ തക്കതായ പ്രതിഫലം ലഭിക്കുകയും ചെയ്യും. കഠിനാധ്വാനത്തിന്, ആത്മാർത്ഥതയ്ക്കുമൊക്കെ അംഗീകാരം ലഭിക്കുന്നത് ആത്മവിശ്വാസം വർദ്ധിക്കും എന്നുള്ളതാണ്. അനാവശ്യമായിട്ടുള്ള കോപം ഒഴിവാക്കുക. ഈ കോപം മൂലം ദോഷാനുഭവങ്ങൾ ഉണ്ടാവും. വൈകാരിക നിയന്ത്രണം നഷ്ടപ്പെടുന്നത് ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴ്ത്തുകയും സാമൂഹിക ജീവിതത്തെ ബാധിക്കുകയും ചെയ്യും. ക്ഷമയും പാലിക്കേണ്ട അത്യാവശ്യ കാര്യമാണ്. കൂടാതെ തന്നെ അന്യ സ്ത്രീ ബന്ധങ്ങൾ മൂലം ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം. ഇത് കുടുംബത്തിൽ അസ്വസ്ഥതകളെല്ലാം ഉണ്ടാകും. സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കും. വിവാഹേതര ബന്ധങ്ങളിൽ നിന്ന് വിട്ട് നിൽക്കുന്നതായിരിക്കും ഉചിതം. ഈ രീതിയിലുള്ള ബന്ധങ്ങൾ വച്ചു പുലർത്തിയാൽ സ്വന്തം കുടുംബങ്ങൾ തന്നെ നഷ്ടപ്പെട്ടു പോകുവാനുള്ള സാഹചര്യം ഉണ്ടായി എന്ന് വരാം. കായിക രംഗത്ത് നിൽക്കുന്ന മേഖലയിലുള്ളവർക്കൊക്കെ പ്രശസ്തി ലഭിക്കുന്ന സമയമാണ്. കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കുന്ന സമയമാണ്.
കൂടാതെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും അവരുടെ ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരുകയും അതിന് വേണ്ടിയിട്ടുള്ള വഴികൾ തുറന്നു കിട്ടുകയൊക്കെ ചെയ്യും. കുടുംബത്തിൽ ജീവിത പങ്കാളിയുമായി കലഹത്തിന് ഇടയാവുകയും അത് മനസമാധാനം ഇല്ലാതാക്കുകയും ചെയ്യും. പരസ്പരമുള്ള സ്നേഹത്തിനും വിശ്വാസത്തിനും കോട്ടം തട്ടുന്നത് കുടുംബജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടാതെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്കും ആദിത്യൻ ഉച്ചരാശിയിൽ നിൽക്കുന്നവർക്കും അധികാര പ്രാപ്തിയുള്ള തൊഴിൽ ലഭിക്കുമെന്നുള്ളതാണ്. നേതൃപാടവം പ്രകടിപ്പിക്കുവാനും പൊതുജീവിതത്തിൽ ശോഭിക്കുവാനും അവസരം ലഭിക്കും. ശുക്രാപഹാരം നടക്കുന്ന ജാതകർക്ക് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ശുക്രൻ ബലവാനായി നിൽക്കുന്നവർക്കും തെറ്റിപ്പിരിഞ്ഞ ദമ്പതികൾ തമ്മിൽ ഒരുമിക്കുവാനും പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാകുവാനും ബിസിനസ്സിൽ ഉയർച്ച ഉണ്ടാകുവാനും ഒക്കെയുള്ള അവസരങ്ങളുണ്ട്. ബന്ധങ്ങളിൽ പുതുജീവൻ ലഭിക്കുന്നത് മാനസിക സന്തോഷത്തിനും സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ അതിനൊക്കെ കാരണമാകും. ചന്ദ്രൻ കുടുംബസ്ഥാനത്ത് നിൽക്കുന്നവർക്ക് വളരെ കാലമായി കുടുംബപരമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ മാറി മനസ്സമാധാനം ലഭിക്കും. പരസ്പരമുള്ള സ്നേഹവും വിശ്വാസവുമൊക്കെ തിരിച്ച് വരാനും വീണ്ടെടുക്കുവാനും കുടുംബത്തിൽ സന്തോഷം വന്നു ചേരാനൊക്കെയുള്ള ഒരു സമയമാണ്. കൂടാതെ മാർക്കറ്റിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മികച്ച നേട്ടം കൈവരിക്കാൻ കഴിയുന്ന സമയം. പുതിയ തൊഴിൽപരമായി പുതിയ രംഗങ്ങളിലേക്ക് ആകർഷിക്കുവാനും വിൽപ്പന വർദ്ധിപ്പിക്കുവാനും ഒക്കെ സാധിക്കും. അവസരങ്ങൾ ലഭിക്കും. ചില വ്യക്തികൾക്ക് മാത്രം ആലോചന ഇല്ലാതെയുള്ള എടുത്തുചാട്ടം കാണിക്കുന്ന പ്രവൃത്തികൾ കാരണം ചെറിയ നഷ്ടങ്ങൾ സംഭവിക്കാം. തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് അവയുടെ ഗുണവും ദോഷവും വശങ്ങളും വിലയിരുത്തേണ്ടതാണ്. അത് അത്യാവശ്യമായ കാര്യമാണ്. കുറച്ച് പക്വതയോടെയും ആലോചനയോടും കൂടി സജീവമായി ഇടപെട്ടാൽ മാത്രം വിജയം കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഈ പുണർദം നക്ഷത്രക്കാർക്ക് കർക്കിടക മാസത്തിൽ അവരുടെ പക്കപ്പിറന്നാൾ വരുന്ന ഓഗസ്റ്റ് 3 ശനിയാഴ്ച, അനുജന്മ നക്ഷത്രങ്ങൾ വരുന്ന ആഗസ്റ്റ് 13 ചൊവ്വാഴ്ചയും ജൂലൈ 25 വ്യാഴാഴ്ചയും ആചാരപ്രകാരം വ്രതാനുഷ്ഠാനത്തോടു കൂടിയ ക്ഷേത്ര ദർശനം നടത്തുന്നത് അത്യുത്തമമായിരിക്കും. പൂയം നക്ഷത്ര ജാതകർക്കും അതേപോലെ കർക്കിടക മാസത്തിൽ അവരുടെ പക്കപ്പിറന്നാൾ വരുന്ന ഓഗസ്റ്റ് 4 ഞായറാഴ്ചയും അനുജന്മ നക്ഷത്രങ്ങൾ വരുന്ന ഓഗസ്റ്റ് 14 ബുധൻ, ജൂലൈ 26 വെള്ളിയാഴ്ച എന്നീ ദിവസങ്ങളിലൊക്കെ ആചാരപ്രകാരം വ്രതാനുഷ്ഠാനത്തോടു കൂടി ക്ഷേത്ര ദർശനം നടത്തി യഥാവിധി വഴിപാടുകളൊക്കെ ചെയ്യുന്നത് അത്യുത്തമമായിരിക്കും. തുടർന്ന് ആയില്യം നക്ഷത്രക്കാർക്ക് കർക്കിടക മാസത്തിൽ അവരുടെ പക്കപ്പിറന്നാൾ വരുന്ന ദിവസമായ ഓഗസ്റ്റ് 5 തിങ്കളാഴ്ചയും അവരുടെ അനുജന്മ നക്ഷത്രങ്ങൾ വരുന്ന ജൂലൈ 18 വ്യാഴാഴ്ച, ജൂലൈ 27 ശനിയാഴ്ചയും ആചാരപ്രകാരം വ്രതാനുഷ്ഠാനത്തോടു കൂടി ക്ഷേത്രദർശനം നടത്തുന്നത് അത്യുത്തമമായിരിക്കും. കർക്കിടക മാസത്തിലെ ഗ്രഹനില അനുസരിച്ച് കർക്കിടകം രാശിക്കാർക്ക് വ്യാഴാഴ്ച ദിവസങ്ങളിൽ ശ്രീരാമക്ഷേത്രത്തിൽ തുളസിമാല സമർപ്പിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ശനി വക്രഗതിയിലിരിക്കുന്ന നവംബർ 15 വരെയുള്ള ഏകദേശം 18 ആഴ്ചകളിൽ വരുന്ന 11 ചൊവ്വാഴ്ചകളിൽ തുടർച്ചയായി അതായത് സമുദ്ര തീരത്തുള്ള ക്ഷേത്രങ്ങളിൽ വൈകുന്നേരത്തെ ദീപാരാധനയിൽ പങ്കെടുക്കുന്നത് കർക്കിടകം രാശിക്കാർക്ക് ജീവിതത്തിൽ വളരെ വലിയ ഉന്നതികൾ നേടുവാനുള്ളതും വിജയം കൈവരിക്കുവാനും സാധിക്കുന്നതായിരിക്കും. ഈ രീതിയിലാണ് കർക്കിടകം രാശിയിൽ വരുന്ന ഈ 3 നക്ഷത്രക്കാർക്ക് വരുന്ന അനുഭവത്തിൽ വരുന്ന ഫലങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എന്നിവ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗദീശ്വരൻ ഐശ്വര്യവും സമാധാനവും നല്ലതും എല്ലാം വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.